നിങ്ങൾ കാണുന്ന ഓരോരുത്തരും, നിങ്ങൾ ബന്ധപ്പെടുന്ന ഓരോരുത്തരും, നിങ്ങൾ ഇടപഴകുന്ന ഓരോരുത്തരും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണ്. ചിലപ്പോഴൊക്കെ ഈ അഭിപ്രായ വ്യത്യാസം വാദത്തിലേക്ക് മാറും, ചിലപ്പോൾ അത് സംഘർഷത്തിലേക്കും മാറും. ഇത് നിങ്ങളുടെ സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾ പരിശോധിക്കണം, അത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ? കാരണം നിങ്ങൾ വീണ്ടും അവരോടൊപ്പം തന്നെയാണ്, അവരോടൊപ്പം ജോലി ചെയ്യുകയാണ്, അവരോടൊപ്പം ജീവിക്കുകയാണ്. എല്ലാം സാധാരണമായതുപോലെയാണ് തോന്നുന്നത്, ബന്ധം പൂർണ്ണമായതുപോലെയാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ആ പഴയത് മനസ്സിൽ പിടിച്ചിരിക്കുന്നു എങ്കിൽ, ആ വാദം ഇപ്പോഴും ഓർമ്മയിലുണ്ടെങ്കിൽ, ആ സംഘർഷം ഇപ്പോഴും ഓർമ്മയിലുണ്ടെങ്കിൽ, നിങ്ങൾ അവരിലേക്ക് പുറപ്പെടുവിക്കുന്ന വൈബ്രേഷൻ ആ സംഘർഷത്തിൻ്റെ ഫിൽറ്ററിലൂടെയാണ്. നിങ്ങൾ അതിനെ പിടിച്ചിരിക്കുന്നു. അന്ന് സംഭവിച്ച കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ആ ദൃശ്യത്തിലൂടെയാണ് നിങ്ങൾ അവരെ കാണുന്നത്. കാരണം നിങ്ങൾ ഇപ്പോഴും അവരതുപോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യർ മാറുന്നു. മാറാൻ ഒരു നിമിഷം മതി. നിങ്ങൾ അവരെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെയാണോ കാണുന്നത്? കാരണം അവർ മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നില്ലെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങൾക്ക് അതേപോലെയാണ് തോന്നുക. നിങ്ങൾ ആളുകളെക്കുറിച്ച് വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ സംസ്കാരത്തിലൂടെ നിങ്ങൾ അവരെ എങ്ങനെ കാണുന്നുവെന്നത്. അവർ മാറിയാൽ നിങ്ങൾ അവരെ ശരിയായി കാണാം. അവർ മാറിയിട്ടില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റൂ, അവർ നിങ്ങൾക്ക് വ്യത്യസ്തരായി തോന്നും. പക്ഷേ നിങ്ങൾ കഴിഞ്ഞതിൽ സംഭവിച്ച കാര്യങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ആ ദിവസം ഉണ്ടായ അതേ വികാരം ഇപ്പോഴും സൃഷ്ടിക്കുകയാണെങ്കിൽ, അതു ഇപ്പോഴും നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ വരുത്താൻ കഴിയുന്നുവെങ്കിൽ, അതു ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കോപമോ വേദനയോ സൃഷ്ടിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധം വളരെ ഭംഗുരമായിരിക്കും. മറ്റൊരു തർക്കം ഉണ്ടാക്കാൻ ഒന്നും വേണ്ട. ഒരു വാക്ക് മാത്രം മതിയാകും ഒരു ദിവസം ആ ബന്ധം തകർന്നു വീഴാൻ. പരിശോധിക്കുക. നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം മുതൽ തർക്കങ്ങളും വാദങ്ങളും ആ ഭീകരമായ പഴയ കാഴ്ചകളും നീക്കം ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്നത് വളരെ 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 ഭീകരമായതായിരിക്കാം. പക്ഷേ ഇന്നാണ് പുതിയൊരു ദിവസം. ഒരു ശക്തമായ അടിസ്ഥാനം, അതിന്മേൽ ഒരു മനോഹരമായ ബന്ധം വീണ്ടും നിലനിൽക്കാൻ കഴിയും. പക്ഷേ ഒരു മനോഹരമായ ബന്ധം ഒരു ദുർബലമായ അടിസ്ഥാനം മീതെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് ഭാവിയില്ല. അടിസ്ഥാനം ഞാൻ ഇവിടെ ഹൃദയത്തിൽ പിടിച്ചുവെക്കുന്നതിലാണ്, ഇവിടെ മസ്തിഷ്കത്തിൽ നടക്കുന്നതല്ല. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം ഇവിടെ മസ്തിഷ്കത്തിൽ അല്ല. അടിസ്ഥാനം ഞാൻ അവരെക്കുറിച്ച് വിശ്വസിക്കുന്നതും ഞങ്ങളുടെ ഇടപെടലുകളെയും ബന്ധങ്ങളെയും കുറിച്ച് ഞാൻ ഇവിടെ ഹൃദയത്തിൽ പിടിച്ചുവെച്ച ഓർമ്മകളുമാണ്. അതിനാൽ അടിസ്ഥാനം ശുചിത്വമാക്കുക, പരിശോധിക്കുക, സൂക്ഷ്മം പരിശോധിക്കുക. ശുചിത്വം. വേദനയില്ല, ദുഃഖമില്ല, മനോഹരമല്ലാത്ത പഴയ ഓർമ്മകളില്ല. അത് കഴിഞ്ഞു പോയതാണ്, അത് അവസാനിച്ചു. ഞാൻ വിട്ടുവിടുന്നു. ഞാൻ എൻ്റെ അടിസ്ഥാനം ശക്തിപ്പെടുത്തുന്നു. ഞങ്ങൾ പങ്കുവച്ച എല്ലാ മനോഹരമായ ഓർമ്മകളും അത്യന്തം സുഖകരമായ ഇടപെടലുകളും കൊണ്ട് ഞാൻ അതിനെ നിറയ്ക്കുന്നു. മനോഹരമല്ലാത്തവ വളരെ കുറവായിരുന്നു, എന്നിരുന്നാലും അവ എങ്ങനെ നമ്മുടെ അടിസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഗമാകുന്നു? അത് വാസ്തവത്തിൽ അത്ര വിലയുള്ളതാണോ? അവിടെ കുറച്ച് ദൃശ്യങ്ങൾക്കായി എൻ്റെ ബന്ധം ദുർബലമാക്കാനും അതിലും പ്രധാനമായി ഞാൻ അകത്തുനിന്ന് സന്തോഷവാനാകാതിരിക്കാനും അതിന് വിലയുണ്ടോ? നാളെ എല്ലാവരെയും നിങ്ങൾ ആദ്യമായി കാണുന്നവരായി കാണുക. പഴയത് ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കരുത്. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം, അവർ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാം, അവർ ചെയ്തതിനെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാകാം, അവർ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ പുതിയ അവരെ കാണാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ദൃഷ്ടികോണം മാറ്റുക. അവർ നിങ്ങളെ ഒരു പുതിയ രീതിയിൽ കാണാൻ തയ്യാറാണ്.